ആത്മഹത്യ പ്രവണതകൾ നിന്റെ കുടുംബത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പൊളിക്കാൻ പോവാ. ആത്മഹത്യ ചിന്തകൾ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം എടുത്ത് കളയുകയാണ്. പ്രശ്നങ്ങളുടെ നടുവിൽ സ്ട്രെസ്സായിരുന്ന് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് ദുഷ്ടനായവൻ നിന്നെ തകർക്കാൻ ശ്രമിക്കുന്ന വിഷയത്തിൽ വിടുതലുണ്ട്. നിന്റെ ആവശ്യത്തിന്റെ മേലുള്ള വിടുതലുണ്ട്. നീ മരിക്കേണ്ടുന്നവനല്ല, നീ മരിക്കേണ്ടുന്നവളല്ല. ആമേൻ, ആമേൻ. മനുഷ്യൻ ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം. പക്ഷേ നീ നിന്റെ ജീവനെ കളയാനുള്ളത് അല്ല. ദൈവം തന്ന ആയുസ് തികച്ചു മരിക്കണം. പക്ഷേ ഈ പകൽ അറിയുക, നിനക്ക് പകരമായി ക്രൂശിൽ ഒരുവൻ മരിച്ചു. രക്ഷകൻ ജീവിക്കുന്നു. അവന്റെ പേരാണ് യേശു. അവൻ മുഖാന്തരം എനിക്ക് വഴിയുണ്ട്. അവൻ മുഖാന്തരം എനിക്ക് രക്ഷയുണ്ട്. അവൻ മുഖാന്തരം ദൈവത്തോട് അടുത്തു വരാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു നാമം, ആകാശത്തിന്റെ കീഴിലും ഭൂമിക്ക് മുകളിലും യേശു എന്ന ഒരേ ഒരു നാമം. ആ നാമം വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ, ആ നാമം വിളിച്ച് ആമേൻ ആമേൻ രക്ഷയ്ക്കായി വിളിക്കുന്നവൻ, ആ നാമത്തെ സ്വീകരിക്കുന്നവന് യേശു എന്ന നാമം രക്ഷയാണ്. യേശു രക്ഷയാണ്. രക്ഷയാകുന്ന ദൈവത്തെ ഈ പകൽ കർത്താവിനെ ആത്മാവിൽ സ്തുതിക്കുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രക്ഷകൻ ജീവിക്കുന്നു. ഇന്ന് പകൽ ആത്മാവിൽ അതൊന്ന് കണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. രക്ഷകൻ ജീവിക്കുന്നവനാണ്. മരണത്തിന് പിടിച്ചു വെക്കാനാകാതെ കാൽവറിയുടെ കുലത്തളത്തിൽ മരിച്ചുവെന്ന് മാത്രമല്ല, അവൻ ഉയർത്തെഴുന്നേറ്റെന്നും ജീവിക്കുന്നു. ഉയർത്തെഴുന്നേറ്റു ജീവിക്കുന്ന യേശു നിന്റെ രക്ഷയാണ്. ഏതൊക്കെയോ വിഷയത്തിന്റെ മേൽ തകർന്നു കിടക്കുന്നവർ, ചില ശാപത്തിന്റെ നുകത്തിന്റെ കെട്ടുകളിൽ കിടക്കുന്നവർ, പിശാച് ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്നവർ കേട്ടോ, ഈ യേശു നിന്റെ രക്ഷയാണ്. മരത്തിന്മേൽ തൂങ്ങപ്പെട്ടവനെല്ലാം ശപിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. ആകയാൽ മനുഷ്യന്റെ ശാപമെല്ലാം യേശുവിനെ ക്രൂശിച്ചപ്പോൾ യേശുവിന്റെ മേലായി. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നമ്മൾ വന്നിരിക്കുന്നത് ശാപത്തിന്റെ കീഴിലല്ല, ശാപത്തിന്റെ മേൽ ജയം തന്ന യേശുവിന്റെ കീഴിലാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് പറഞ്ഞ് ശാപത്തിന്റെ കീഴിലല്ല, ശാപത്തിന്റെ കീഴിലല്ല. കരങ്ങളെ ഉയർത്തി യേശുവിന് നന്ദി പറഞ്ഞിട്ട്, ശാപത്തിന്റെ കീഴിലല്ല, ആമേൻ, ശാപത്തിന്റെ മേൽ ജയം തന്ന യേശുവിന്റെ കീഴിൽ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? അങ്ങനെയാണെങ്കിൽ ശാപത്തിന്റെ കെട്ടുകൾ മാറുകയാണ്. കാരണം ക്രിസ്തുവിൽ അതിന്റെ മേൽ ജയമുണ്ട്. ശാപത്തിന് നിന്റെ മേൽ അവകാശമില്ല. യേശുവിൽ വിശ്വസിച്ചു വരുന്നവരുടെ മേൽ ശാപത്തിന് അവകാശമില്ല. ശാപത്തിന്റെ മേൽ ജയം തന്ന യേശുവിനാണ് നിന്റെ മേൽ അവകാശം. ഇന്ന് പകൽ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന, നിന്നെ തകർക്കാൻ ശ്രമിക്കുന്ന, നിന്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശാപത്തിന്റെ കെട്ടുകളെ സ്വർഗത്തിലെ ദൈവം വചനത്തിന്റെ ശക്തിയാൽ ഇന്ന് പകൽക്കാലം ആ നുകത്തെ മുറിക്കുകയാണ്. രക്ഷയാകുന്ന ദൈവം, പരിച എന്റെ രക്ഷയാണ്. എത്ര പേർക്ക് പറയാൻ പറ്റുന്നു ഈ പരിച എന്റെ രക്ഷയാണ്? ഇന്നങ്ങ് വിശ്വാസത്തിൽ ഒന്നുകൂടെ അങ്ങ് ബലപ്പെടണം.
ഈ പരിച എൻ്റെ രക്ഷയാണ്. ഈ രക്ഷ അനുഭവിച്ചവർ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ യാത്ര ചെയ്യുന്നതിന്റെ മുൻപ് തലേദിവസം, ഈ മിസ്രൈമിൽ നിന്ന് അവർ പുറത്തു വരുന്നതിന്റെ തലേദിവസം, ഇസ്രായേൽ ജനത്തോട് ദൈവം ഇടപെട്ടു. ഓരോ കുടുംബത്തിനൊത്തവണ്ണം ഒരു യാഗമൃഗത്തെ അറുത്ത് അതിന്റെ രക്തമെടുത്ത് കട്ടളക്കാലിന്റെ മേലും കുറുമ്പടി മേലും എന്ത് ചെയ്യണം? ഇതിങ്ങനെ പുരട്ടണം. എന്നിട്ട് സംഹാരകൻ കടന്നു വരുമ്പോൾ ഈ രക്തം അടയാളമുള്ള എല്ലാ കുടുംബങ്ങളിൽ നിന്നും എന്ത് ചെയ്യും? ഈ സംഹാരകം മാറിപ്പോകും. പക്ഷേ ഈ രക്തം അടയാളമില്ലാത്ത ഓരോ കുടുംബങ്ങളിലെയും ആദ്യജാതൻ കൊല്ലപ്പെടുകയാണ്. സംഹാരദൂതനിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ ഈ രക്തം കാരണമായി തീർന്നു. ആമേൻ. ഒത്തിരി പ്രശ്നങ്ങളിൽ പിശാച് തകർത്ത് കുടുംബങ്ങളെല്ലാം തകർത്തുകൊണ്ടിരിക്കുന്ന പൈശാചിക ബന്ധനങ്ങളുടെ മേൽ ഒരു വലിയ വിജയം ഉണ്ട്. മനുഷ്യൻ ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം, അത് നിശ്ചയമാണ്. പക്ഷേ പാതി വഴിയിൽ, ആയുസ്സിന്റെ പകുതിയിൽ, അല്ലെങ്കിൽ ആയുസ്സിന്റെ മധ്യത്തിൽ, ദൈവം നിശ്ചയിച്ച ആയുസ്സിന്റെ മധ്യത്തിൽ നിന്നെ ഒടുക്കിക്കളയാൻ ദൈവം അനുവദിക്കത്തില്ല. അതിന്റെ കാരണം നമ്മുടെ ക്വാളിറ്റി അല്ല, അതിന്റെ കാരണം നമ്മുടെ കഴിവുകളല്ല, അതിന്റെ കാരണം നമ്മുടെ ശ്രേഷ്ഠതകളല്ല, അതിന്റെ കാരണം യേശുവിന്റെ രക്തമടയാളമുള്ളത് കൊണ്ടാണ്. അതിന്റെ കാരണം യേശുവിന്റെ രക്തം അടയാളമുള്ളത് കൊണ്ടാണ്. യേശുവിന്റെ അടയാളമിട്ട് ദൈവം നിന്നെ വേർതിരിച്ചിരിക്കുന്നത് ഈ സംഹാരകനിൽ നിന്ന് നിന്നെ മാറ്റുവാൻ വേണ്ടിയാണ്. ഇനി യേശുവിന്റെ രക്തം അടയാളമായിട്ട് ദൈവം ഇട്ടിരിക്കുന്ന ആളുകളിൽ വാഴുന്നത് മരണമല്ല, അവരിൽ വാഴുന്നത് ജീവനാണ്. അവരിൽ വാഴുന്നത് ജീവനാണ്. നീ നിത്യ ജീവനിലേക്ക് കടന്നു വന്നു. നിന്നിൽ ജീവനാണ് വാഴുന്നത്. ഇത് ദൈവിക ജീവനാണ്. ദൈവത്തിന്റെ ജീവൻ പകർന്നു കിട്ടിയവരാണ്. യേശുവിന്റെ രക്തം അവൻ അടയാളമിട്ട് കിട്ടിയ ദൈവത്തിന്റെ പൈതൽ. നമ്മിൽ വാഴുന്നത് ജീവനാണ്, മരണമല്ല. കാരണം എനിക്ക് പകരമായി ക്രൂശിൽ ഒരുവൻ മരിച്ചു. അവന്റെ പേരത്രേ യേശു. ഏത് നിമിഷവും ഈ രക്ഷയായ ദൈവത്തിന്റെ അടുക്കലേക്ക് നിനക്ക് വരാം. ഏത് സമയത്തും ഈ രക്ഷയായ ദൈവത്തോട് നിനക്ക് പ്രാർത്ഥിക്കാം. ഏത് സമയവും ഈ രക്ഷയായ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. അങ്ങനാണെങ്കിൽ ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഇന്ന് പകൽ അസാധാരണമായ ദൈവത്തിന്റെ പ്രവർത്തികൾ കാണുന്ന പകല് തന്നെയാണ്. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, 2024 ശത്രു നിന്റെ മേലിട്ട് നിന്നെ തകർക്കാൻ ശ്രമിക്കുന്ന, നിന്റെ മേൽ നിന്നെ മരണഭീതിയിട്ട് നിന്നെ തകർക്കാൻ ശ്രമിക്കുന്ന മരണ അവകാശങ്ങളുടെ മേൽ ഈ പകൽ പരിശുദ്ധാത്മാവ് നിന്നോട് അറിയിക്കുന്നു, നിന്റെ മേൽ വീഴുന്നത് പ്രത്യുത ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിന്റെ ജീവിതത്തിലുള്ളത് മരണമല്ല, ജീവനാണ്. എന്നോട് ആത്മാവ് ഇങ്ങനെ ഒരു നിയോഗം എന്നോട് അറിയിക്കുകയാണ്. ആത്മഹത്യ പ്രവണതകൾ നിന്റെ കുടുംബത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പൊളിക്കാൻ പോവാ.
ആത്മഹത്യാ ചിന്തകൾ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം എടുത്ത് കളയുകയാണ്. പ്രശ്നങ്ങളുടെ നടുവിൽ സ്ട്രെസ്സായിരുന്ന് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് ദുഷ്ടനായവൻ നിന്നെ തകർക്കാൻ ശ്രമിക്കുന്ന വിഷയത്തിൽ വിടുതലുണ്ട്. നിന്റെ ആവശ്യത്തിന്റെ മേലുള്ള വിടുതലുണ്ട്. നീ മരിക്കേണ്ടുന്നവനല്ല, നീ മരിക്കേണ്ടുന്നവളല്ല. ആമേൻ, ആമേൻ. മനുഷ്യൻ ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം, പക്ഷേ നീ നിന്റെ ജീവനെ കളയാനുള്ളതാൻ അല്ല. ദൈവം തന്ന ആയുസ് തികച്ചു മരിക്കണം. പക്ഷേ ഈ പകൽ അറിയുക, നിനക്ക് പകരമായി ക്രൂശിൽ ഒരുവൻ മരിച്ചു. പ്രൗഢമാണ് ആ ക്രിസ്തു എനിക്ക് വേണ്ടി ഉള്ളതുകൊണ്ട്, ആ യേശു എനിക്ക് വേണ്ടി ഉള്ളതുകൊണ്ട്. എത്ര പേർക്ക് പറയാൻ പറ്റുന്നുണ്ട്, ഞാൻ മരിക്കേണ്ടുന്ന സ്ഥാനത്ത് അവൻ മരിച്ചിരിക്കുക, ഞാനല്ല ഇനി മരിക്കേണ്ടത്. കാര്യം എനിക്ക് മരണകാരണമായ സകലത്തിന്റെ മേലും ആമേനൊരു വിടുതലുണ്ട്. അത് ക്രൂശിലാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് പറഞ്ഞ്, മരണമല്ല, പകരം ജീവനാണ്. മരണത്തെ കാത്ത് പിശാചിരിക്കുന്ന നിന്റെ ലൈഫിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം കണക്ട് ചെയ്യുന്നു. ആമേൻ. മരണത്തിന് നിന്നെ ഏൽപ്പിക്കത്തില്ല. ആയുസ്സിന്റെ മധ്യത്തിൽ നീ മരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ദൈവത്തിന് നിന്നെ ആവശ്യമാണ്. ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. നിന്റെ ലൈഫിൽ നിന്ന് മരണഘട്ടത്തെ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുകയാണ്. നിന്നിൽ ജീവൻ വ്യാപരിക്കട്ടെ, നിന്നിൽ ജീവൻ വാഴട്ടെ. അത് യേശുവിന്റെ ജീവനാണ്.